PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF സർക്കാരിനെതിരെ വിമർശനവുമായി സംസ്ഥയുടെ മുഖപത്രം സുപ്രഭാതം രംഗത്ത് വന്നു. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്നാണ് എഡിറ്റോറിയൽ വിമർശിക്കുന്നത്. നയപ്രഖ്യാപനത്തിലോ ധവളപത്രത്തിലോ കേന്ദ്ര വിമർശനം വരാതിരിക്കാൻ അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചെന്നും എഡിറ്റോറിയൽ ചോദിക്കുന്നു. വർഷ ഗിരീഷ് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത കോഴിക്കോട് നിന്ന്. വർഷ, ഗുഡ് മോർണിംഗ്. പറഞ്ഞു. എന്തായാലും എതിർപ്പ് പ്രത്യക്ഷമായി തന്നെ തുറന്നു പറയുകയാണ് സമസ്ത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സുപ്രഭാതം എഡിറ്റോറിയലാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുള്ള മുഖപ്രസംഗം വന്നിരിക്കുന്നത്. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ട്. പ്രധാനമായും ഇതിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ ഒരു കാര്യത്തിൽ വിമർശിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ ലേഖനത്തിലുടനീളം സമസ്ത വിമർശിച്ച് പറയുന്നത്. പ്രധാനമായും ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന ഈ അനിശ്ചിതത്വമില്ലാത്ത നിലപാട് വളരെയധികം സർക്കാരിനെ പ്രതിച്ഛായയെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടെ സമസ്ത മുഖപത്രത്തിൽ പറയുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസത്തെ മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന കാൽവെപ്പുകളാണ് VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദ്യ ദിനങ്ങളിൽ ഉണ്ടായതെന്നുള്ള കാര്യം സമസ്ത പത്രത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട ശേഷം റദ്ദാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ എന്താണ് തുടർ നടപടി എന്നുള്ള കാര്യം സർക്കാർ പറയുന്നില്ല. മുൻപ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ UDF സർക്കാർ ഈ പദ്ധതിയെ വളരെയധികം വിമർശിച്ചിരുന്നു. ഇത് റദ്ദാക്കുമെന്നുള്ള കാര്യം ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ എഡിറ്റോറിയൽ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നയപ്രഖ്യാപനവും ധവളപത്രത്തിനെയും കുറിച്ചും വിമർശിക്കുന്നുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വരി പോലും ഇല്ല. കേന്ദ്ര വിഹിതം കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം പോലും പറയുന്നില്ല. തൊഴിലില്ലായ്മ, ആരോഗ്യരംഗത്തെ പ്രതിസന്ധി, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം മുൻ സർക്കാരിനെ വിമർശിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ളൊരു മടി സംസ്ഥാന സർക്കാർ കാണിക്കുന്നു എന്നുള്ള കാര്യമാണ് സമസ്ത മുഖപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭരണത്തിലേറി ആദ്യ മാസം തന്നെ ഇതൊരു രാഷ്ട്രീയ വിമർശനമായി കരുതേണ്ടതില്ല. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. കാരണം വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ സർക്കാരിനെതിരെ ഉയരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ആ അപകടത്തെ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് മാത്രമാണ് ഈ കാര്യം എന്നും പറയുന്നുണ്ട്. എന്തായാലും ആകമൊത്തം സംസ്ഥാന സർക്കാർ വിമർശിച്ചുകൊണ്ട് തന്നെ ഈ ആദ്യ നാളുകളിൽ രംഗത്ത് വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.